പണ്ട് കാട്ടിൽ ലൂണ എന്ന ഒരു പൂച്ചയും ഡിങ്കൻ എന്ന ഒരു കരടിയും ഉണ്ടായിരുന്നു. അവർ ഉറ്റ സുഹൃത്തുക്കളായിരുന്നു. എടാ ഡിങ്ക, നിന്റെ ഒടുക്കത്തെ ഒരു കാപ്പി കുടി. എന്തു ചെയ്യാനാ, രാവിലെ തൊട്ട് ഒടുക്കത്തെ വിശപ്പ്. തിന്നാനാണെങ്കിൽ ഈ കാട്ടില് കിട്ടാൻ ഒന്നും ഇല്ലേനും. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കുറുമ്പൻ കൊരങ്ങച്ചനുണ്ടല്ലോ, അവന്റെ കയ്യിൽ നിന്നും പഴം അടിച്ചു മാറ്റാൻ വല്ല വഴിയുണ്ടോ എന്ന് നോക്കാം. അയ്യോ, അടിച്ചു മാറ്റണ്ട, നമുക്ക് കുറുമ്പനോട് ചോദിക്കാം. കുറുമ്പൻ നല്ലവനാ, അവൻ തരും. അങ്ങനെ അവർ പഴം വാങ്ങിക്കാനായി കുറുമ്പച്ചനെ കാണാൻ പോകുന്നു. കുറുമ്പച്ച, നല്ല വിശപ്പ്, കുറച്ച് പഴം തായോ, കഴിക്കട്ടെ. എടാ ഡിങ്ക, നീ ആള് കൊള്ളാം. പഴം നിനക്ക് തന്നിട്ട് ഞാൻ പട്ടിണി കിടക്കാനോ? ആ മോഹം മനസ്സിലിരിക്കട്ടെ. എടാ കുറുമ്പ, നിന്റെ കയ്യിൽ നിന്നും അടിച്ചു മാറ്റാനായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ. നീ ഇത്രയും സ്വാർത്ഥനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. അങ്ങനെ കുറുമ്പന്റെ മറുപടി കേട്ട് നിരാശരായി ഡിങ്കനും ലൂണയും അവിടെ നിന്നും മടങ്ങുന്നു. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ അടിച്ചു മാറ്റാമെന്ന്. അപ്പൊ അവന്റെ ഒരു സന്മനസ്. ശരിയാ, ശരി, അതൊക്കെ പോട്ടെ. ഇനിയിപ്പോ എന്താ ചെയ്യ? വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണാൻ വയ്യ. ഇനി ഒരു വഴിയേ ഉള്ളൂ. തൊട്ടടുത്ത ഗ്രാമത്തിൽ ഏതെങ്കിലും ഒരു വീടിന്റെ അടുക്കളയിൽ കേറി വയറ് നിറയെ തട്ടാം. ശരി, ഇനിയിപ്പോ അടിച്ചു മാറ്റി കഴിക്കണമെന്ന് വിധിയുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ അവർ തൊട്ടടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നു. പോകുന്ന വഴിയിൽ ഇതാ കാണുന്നു അവരുടെ പ്രിയ സുഹൃത്തായ സാറ എന്ന വരൻകുതിരയെ. അല്ല, ഇതാര്? ഡിങ്കനും ലൂണയുമോ? എങ്ങോട്ടാ? കുറെ കാലമായല്ലോ കണ്ടിട്ട്. അതെ അതെ, വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. അതുകൊണ്ട് അടുത്ത ഗ്രാമത്തിൽ ചെന്ന് ഏതെങ്കിലും അടുക്കളയിൽ നിന്നും ഭക്ഷണം അടിച്ചു മാറ്റാൻ വേണ്ടി പോവുകയാ. നീയും വരുന്നോ സാറാ? അടിച്ചു മാറ്റുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഒരു കാര്യം ഓർത്താൽ നല്ലത്. ലൂണ എങ്ങനെയെങ്കിലും ഓടിച്ചാടി രക്ഷപ്പെടും. നിന്റെ ഈ പൊണ്ണത്തടിയും വയറും വെച്ച് നിനക്ക് രക്ഷപ്പെടാൻ പാടായിരിക്കും. നീ പറയുന്നതും ശരിയാണ്, പക്ഷേ വിശന്നിട്ട് കണ്ണു കാണാൻ വയ്യ. ഞാൻ നാട്ടുകാരുടെ കണ്ണിൽ പെടാതെ എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് വരാം. വാ ലൂണ, നമ്മൾക്ക് പോകാം. അങ്ങനെ ലൂണയും ഡിങ്കനും തൊട്ടപ്പുറത്തെ ഗ്രാമത്തിലെത്തി. ഡിങ്ക, അവിടെ നോക്ക്, വലിയ ഒരു വീട്. അവിടെ കേറാം. ശരി, നമ്മൾക്ക് ആ വീടിന്റെ പുറകു വശത്തിലൂടെ അവരറിയാതെ അകത്തോട്ട് കയറാം. അങ്ങനെ അവർ വീടിന്റെ പുറകു വശത്തിലൂടെ അകത്തേക്ക് കയറുന്നു. എടി ലൂണ, നീ ആള് കൊള്ളാലോ. ഇവിടെ കഴിക്കാൻ കുറെ പച്ചക്കറികളും പഴങ്ങളും പിന്നെ ഫ്രിഡ്ജില് മീനുമുണ്ട്. വേഗം കഴിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. അയ്യോ, പാത്രം വീണു. ലൂണ ഓടി രക്ഷപ്പെട്ടോ? അങ്ങനെ സാറ പറഞ്ഞതുപോലെ ലൂണ ഓടി രക്ഷപ്പെടുകയും ഡിങ്കൻ നാട്ടുകാരുടെ കയ്യിൽ പെടുകയും ചെയ്തു. മോഷ്ടിക്കുന്നത് തെറ്റാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും അനുവാദം ചോദിക്കുക. നിങ്ങളുടെ പ്രവൃത്തികളിൽ സത്യസന്ധത പുലർത്തുക. ദയയും സത്യസന്ധതയും നിങ്ങളെ മികച്ച വ്യക്തിയാക്കുകയും എല്ലാവരിൽ നിന്നും ബഹുമാനം നേടുകയും ചെയ്യും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ.